ധാർമ്മിക സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും. പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ, വീട് വെക്കാനൊക്കെ കൊടുക്കും. പക്ഷെ പകുതി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കൈ ഇവിടുന്ന് രാശി പറയണത് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. ധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ്, എക്സോസ് പൈപ്പാണ്. എഞ്ചിൻ്റെ ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നിരിക്കുന്ന പ്രൊവിഷൻ, ഈശോ ഉണ്ടാക്കിയൊരു പ്രൊവിഷൻ. അനുതാപം പോലെ, വേസ്റ്റ് വാട്ടറിൻ്റെ അനുതാപം പോലെ വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ് പൈപ്പ് വെച്ചിരിക്കുന്നത്. അതാണ് അധാർമിക സമ്പത്ത്. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധാർമിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ, സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളമാരെ പറ്റിക്കുന്നവരില്ലേ, എന്തുമാത്രം പെമ്പിളരാണ്. പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത്, നിങ്ങൾ പെമ്പിളർ എന്നോട് കഴുത്തക്കയറുമെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പഴയ പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ് ഇന്നത്തെ കാലത്ത്. വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കും വരും. എന്നിട്ട് പിന്നെ എന്താ വരും, അവരാണ് മാക്സിമം അപ്പനും അമ്മനും ഉപയോഗിക്കുന്നത്. കാര്യം ഈ ആൺപിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിൽ പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും, അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ പണം, ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടുണ്ട്. അപ്പോൾ ഈ ആൺപിള്ളേർക്ക് എന്ത് പറ്റും, അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ മട്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും. അവസാനം അവനും വീട് പോലും ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രഹസ്യന്മാർക്ക് കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തന്നെ അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്. എൻ്റെ മക്കളെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും, പക്ഷെ നിങ്ങളെ പണി മേടിക്കും. എന്താ കാര്യം, ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ള